ഹലോ ഗായ്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ ഓഫ് ഗൂഗിളി ടോക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഹാപ്പൻ ടു ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം. നമ്മൾ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ വരുമ്പോൾ ഇന്ത്യ എല്ലാ രീതിയിലും ഡൊമിനൻ്റ് ആണ്. 2020 വേൾഡ് കപ്പ് 2024 വിജയിക്കുന്നു, ഈ കൊല്ലം ഏഷ്യ കപ്പ് വിജയിക്കുന്നു, ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കളാവുന്നു. അങ്ങനെ എന്തുകൊണ്ടും വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീം സെറ്റാണ്, ഇന്ത്യക്ക് ഒരു ഡൊമിനൻസ് ഉണ്ട്. പക്ഷേ കമ്മിങ് ടു ടെസ്റ്റ് ക്രിക്കറ്റ്, ലാസ്റ്റ് ഇയർ വേൾഡ് ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ തേർഡ് സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് ഫൈനൽ കളിക്കാൻ പറ്റുന്നില്ല. ഹോം ഗ്രൗണ്ടിൽ ന്യൂസിലൻഡിനോട് 3-0 പരാജയപ്പെടുന്നു. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയോട് പിന്നെയും 2-0 പരാജയപ്പെടുന്നു, അതും ഹോം ഗ്രൗണ്ടിൽ. ഒരു കാലത്ത് ഇന്ത്യയോട് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഹോം ഗ്രൗണ്ടിൽ വന്ന് വിജയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യമായിരുന്നു. ഇപ്പോൾ വരുന്ന എല്ലാ ടീമുകൾക്കും അത് സാധിക്കുന്നു. സോ വാട്ട് ഹാപ്പൻ ടു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എക്സാക്ട്ലി? സോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പിൽ ഒരുപാട് പാളിച്ചകളുണ്ട്. വളരെ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പാണ് ഇപ്പോൾ ഇന്ത്യയുടെ കറണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് ടീം. അതിന് കാരണം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി അടങ്ങുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഒരേ സമയം റിട്ടയർ ആവുന്നു. അവിടെ ഒരു വേർഡ് ക്രിയേറ്റ് ആവുന്നു. അവിടെ പ്രോപ്പറായിട്ടുള്ള പ്ലെയറെ ഫിറ്റ് ചെയ്യാൻ നമ്മുടെ ഇന്ത്യൻ സെലക്ടേഴ്സിന് സാധിക്കുന്നില്ല. ഇന്ത്യൻ ടീമിൻ്റെ സെലക്ഷൻ ടീമിനും വലിയൊരു പങ്ക് ഇതിലിട്ടുണ്ട്. കാരണം 2020 വളരെ നന്നായി കളിക്കുന്ന സായ് സുദർശൻ, നിതീഷ് കുമാർ റെഡ്ഡി, ഇവരൊക്കെയാണ്, ധ്രുവ് ജുറൽ, ഇവരൊക്കെ നല്ല 2020 പ്ലേയേഴ്സ് ആണ്. അവരെയാണ് ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഇന്ത്യക്ക് അവൈലബിൾ ആണ്. ദർ ആർ ലോട്ട് ഓഫ് പ്ലേയേഴ്സ് ഹു ഹാവ് ദ എബിലിറ്റി ടു പ്ലേ ഡിഫെൻസീവ്, ദേ ക്യാൻ പ്ലേ ലോങ് ഇന്നിങ്സ്. നമ്മൾ എന്താ പറയുക, ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ വരുന്ന ഒരുപാട് പ്ലേയേഴ്സ്, രഞ്ജി ട്രോഫിയും അതുപോലെ കുറേയൊക്കെ ഡൊമസ്റ്റിക് ക്രിക്കറ്റും കളിച്ചു വന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ഒരുപാട് പ്ലേയേഴ്സ് അവൈലബിൾ ആണ്. ബട്ട് സ്റ്റിൽ ദേ ആർ ഗോയിങ് ഫോർ ബിഗ് നെയിംസ് ഇൻ IPL. ബട്ട് ദേ ഹാവ് ടു തിങ്ക്, ഒരുപാട് പ്ലേയേഴ്സ് പുറത്തുണ്ട്. പക്ഷേ നമുക്ക് കുറച്ച് സമയം കൊടുക്കാം ഈ പ്ലേയേഴ്സിന്. മേ ബി ഗൗതം ഗംഭീർ പറഞ്ഞ പോലെ ഇതൊരു ട്രാൻസിഷൻ ഫേസ് ആണ്. ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ബാക്കി ക്രിക്കറ്റ് പോലെയല്ല. ദേ നീഡ് ടൈം ടു അഡാപ്റ്റ്, ദേ നീഡ് ടൈം ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ ഗെയിം. എസ്പെഷ്യലി നമ്മുടെ മിഡിൽ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ ധ്രുവ് ജുറൽ, വാഷിംഗ്ടൺ സുന്ദർ, സായ് സുദർശൻ, നിതീഷ് കുമാർ റെഡ്ഡി, എല്ലാവരും വളരെ കുറച്ച് മാച്ച് കളിച്ചിട്ടുള്ളൂ. ലെസ് ദാൻ 15 മാച്ചസ് ആണ് ഇവരെല്ലാം കളിച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ആ എക്സ്പീരിയൻസ് കിട്ടിയാൽ മേ ബി ഇമ്പ്രൂവ് ആവാം. പക്ഷെ സ്റ്റിൽ ഐ ഹാവ് ഡൗട്ട് വെദർ സൗത്ത് ആഫ്രിക്ക പോലെ ക്വാളിറ്റി ടീമിനെതിരെ കളിക്കാനുള്ളൊരു ബാറ്റിംഗ് ലൈനപ്പ് ഇന്ത്യക്ക് ഉണ്ടോ എന്നുള്ളത് എനിക്കിപ്പോഴും ഡൗട്ടാണ്. അതിൻ്റെ ഒരു ഉത്തരവാദി ഇന്ത്യൻ ടീമിൻ്റെ സെലക്ടേഴ്സാണ്, ടെസ്റ്റ് ടീം സെലക്ടേഴ്സ്. ആൻഡ് സെക്കൻഡ് വൺ, ഹെഡ് കോച്ച് ഗൗതം ഗംഭീറിനെ തന്നെ പറയണം. അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ മെയിൻ പാളിച്ച. ബാറ്റിംഗ് ലൈനപ്പ് അവർ ഇമ്പ്രൂവ് ആവാനുണ്ട്. ഇനി കമ്മിങ് ടു ബോളിംഗ് ലൈനപ്പിലും രവിചന്ദ്രൻ, അശ്വിൻ, ജഡേജയൊക്കെ ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യൻ പിച്ചുകളിൽ 5 വിക്കറ്റ് ഹോൾ, 6 വിക്കറ്റ് ഹോളൊക്കെ എടുത്തിരുന്നു. ഇപ്പോൾ സ്പിന്നിലും നമുക്ക് വലിയൊരു ഇമ്പാക്റ്റ്, സൗത്ത് ആഫ്രിക്ക ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഇന്ത്യക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ പിച്ചിൻ്റെ കാര്യം ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. ഇന്ത്യ ഹോം ഗ്രൗണ്ടിൽ ചൂസ് ചെയ്യുന്ന പിച്ചസ് ഒരു ഫാക്ടർ തന്നെയാണ്. ഇനി ഇന്ത്യയുടെ സ്ഥിരതയില്ലാത്ത ഒരു ബാറ്റിംഗ് ഓർഡർ. സോ നമ്പർ 3 ആദ്യത്തെ മാച്ചിൽ കളിച്ചത് സായ് സുദർശൻ ആയിരുന്നു. പിന്നെ വാഷിംഗ്ടൺ സുന്ദർ കളിക്കുന്നു. അങ്ങനെ പ്രോപ്പറായിട്ട് ഒരു പൊസിഷൻ ആർക്കും കൊടുക്കുന്നില്ല. അതും എക്സ്പെരിമെന്റൽ ചെയ്യാം. പക്ഷേ നമ്പർ 1 വേൾഡ് ചാമ്പ്യൻസ് ആയിട്ടുള്ള സൗത്ത് ആഫ്രിക്ക വരുമ്പോൾ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കും റിസൾട്ട്. അപ്പോൾ എന്തായാലും ഗൗതം ഗംഭീർ പറഞ്ഞ പോലെ ഇന്ത്യൻ ട്രാൻസിഷൻ ഫേസിലൂടെ കടന്നു പോവുകയാണ്. മേ ബി നമുക്ക് കുറച്ച് സമയം കൊടുത്താൽ മേ ബി ടീം ഇമ്പ്രൂവ് ആവാം. അല്ലെങ്കിൽ ഒരു മൊത്തത്തിലുള്ള പൊളിച്ചു പണിയിൽ തന്നെ ഈ ടീമിൽ നടത്തേണ്ട ആവശ്യം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് ഇതുപോലെ ഇൻട്രാക്റ്റഡ് വീഡിയോസ് ചെയ്യാം. Okay, thank you guys, bye.